നമസ്കാരം. നമ്മുടെ നാട്ടിൽ യൂറോപ്യൻ സ്റ്റൈലിൽ വീടുകൾ വെക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലേ? നമ്മൾ സാധാരണ ചെയ്യാറുള്ളതാണ് ഷിംഗിൾസ് ആണ് ഇതിൻ്റെ പുറത്തെല്ലാം ചെയ്യാറുള്ളത്. ഇന്ന് ഷിംഗിൾസിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലുണ്ട്. എൻ്റെ ഈ പിന്നിൽ കാണുന്ന സാധനം തന്നെ. ഇതിൻ്റെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം ഇത് നമ്മൾ ചെയ്യാൻ നേരത്ത് വളരെ പ്ലാൻ ചെയ്ത ഒരുപാട് കോസ്റ്റ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇന്ന് ഈ മെറ്റീരിയലിനെ കുറിച്ചാണ് ഞാൻ KG ഫ്രാൻസിസ് ഹോം ടെക്കിൻ്റെ ബുദ്ധിദേഹത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുകൊണ്ടാണ് ഈ സ്റ്റോൺ കോട്ട് ഷീറ്റ് നമ്മൾ സാധാരണക്കാർ എടുക്കേണ്ടത്? ചീപ്പായിട്ട് നമുക്കിത് ലേ ചെയ്യാൻ കഴിയും. പിന്നെ 30 വർഷത്തെ വാറണ്ടിയാണ് ഈ മെറ്റീരിയലിന് കൊടുക്കുന്നത്. ഇത് ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കാരണം GI മാത്രമല്ല, ഇതിനകത്ത് സിങ്ക് കോട്ടിംഗ് ഉള്ളതാണ്. എത്ര ശക്തമായ മഴ പെയ്താലും അല്പം പോലും സൗണ്ട് വരില്ല എന്നുള്ളത് ഒരു വലിയ പ്രത്യേകതയാണ്. താഴെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഫാൾ സീലിംഗ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഈ ചൂട് 100% നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. സ്റ്റോൺ കോട്ടഡ് ആണെങ്കിൽ 140 മുതൽ 180 രൂപ വരെ കേരളത്തിൽ സ്ക്വയർ ഫീറ്റ്. സ്റ്റോൺ കോട്ടഡ് ഷീറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ സിദ്ദിഖ് ബാബു സാറുണ്ട്. എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. പുള്ളിക്ക് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഷിംഗിൾസ് അല്ലേ? ഷിംഗിൾസ് ഇവിടെ ആദ്യമായിട്ട് കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സാറാണ്. കേരളത്തിലല്ല, ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓ ഗ്രേറ്റ്. അപ്പൊ ഇത്രയും വലിയ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് നമ്മുടെ കൂടെ ഉള്ളത്. സാർ, ഈ സ്റ്റോൺ കോട്ടഡ് ഷീറ്റിനെ കുറിച്ച് സാറിന് പറയാം. എന്തുകൊണ്ടാണ് ഈ സ്റ്റോൺ കോട്ടഡ് ഷീറ്റ് നമ്മൾ സാധാരണക്കാർ എടുക്കേണ്ടത്? സ്റ്റോൺ കോട്ടഡ് റൂഫിംഗ് ടൈൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിന് വളരെ ചീപ്പായിട്ട് നമുക്കിത് ലേ ചെയ്യാൻ കഴിയും. മാത്രമല്ല ഇത് സൗണ്ട് പ്രൂഫാണ്. പിന്നെ 30 വർഷത്തെ വാറണ്ടിയാണ് ഈ മെറ്റീരിയലിന് കൊടുക്കുന്നത്. ഇത് ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കാരണം GI മാത്രമല്ല, ഇതിനകത്ത് സിങ്ക് കോട്ടിംഗ് ഉള്ളതാണ്. ഞാൻ കണ്ടായിരുന്നു ഇതിന്റെ ബാക്ക് സൈഡിൽ ഒരു സിങ്ക് കോട്ടിംഗ് ഉണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ ശരിക്കും ഒരു കോസ്റ്റൽ ഏരിയയിൽ ഉപയോഗിക്കുന്നുണ്ട്. ആ മാലിയിലൊക്കെ ഞങ്ങളിത് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, ശ്രീലങ്ക, മാലി തുടങ്ങിയ രാജ്യങ്ങളിൽ ഞങ്ങൾക്ക് ഇതിന്റെ എക്സ്ക്ലൂസീവ് ഏജൻസിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഞങ്ങൾ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അവരെല്ലാം കണ്ടെയ്നർ കണക്കിന് US പ്രോഡക്റ്റ് ആണ്. പക്ഷേ പല രാജ്യങ്ങളിലും അവർക്ക് പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത് കിട്ടുന്ന എവിടെയാണെന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ടേഷൻ കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വരും. അതല്ലെങ്കിൽ ഇതിന്റെ കോസ്റ്റ് എഫക്റ്റീവ് ആകില്ല. ഇതിന്റെ ഈ സ്റ്റോൺ സാറ് പറഞ്ഞല്ലോ 30 വർഷത്തോളം ഇതിന് ഗ്യാരണ്ടി ഉണ്ടെന്ന്. ഈ സാധാരണ ഷിംഗിൾസിന് ഞാൻ കണ്ടിരിക്കുന്ന ഒരു ഇതെന്ന് വെച്ചാൽ ഇതിന്റെ പൊക്കത്തുള്ള കോട്ടിങ് നല്ല വെയിലും മഴയെ കൊണ്ടുവരുമ്പോൾ ഒലിച്ചു വരും. അങ്ങനെ ഒരു ചാൻസസ് ഇതിനുണ്ടോ? ഇല്ല, അത് നല്ല കമ്പനിയുടെ ഷിംഗിൾസിന് അത് പോകത്തില്ല. ഇപ്പൊ ഷിംഗിൾസ് എന്ന് ഇപ്പൊ ഞാൻ മാരുതി വാങ്ങുന്ന പൈസയ്ക്ക് BMW വേണം, ബെൻസ് വേണം എന്ന് പറഞ്ഞാൽ നടക്കും. ആ ഡിഫറൻസ് എന്തായാലും പേ ചെയ്യണം. ക്വാളിറ്റി പ്രൊഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പേയ്മെന്റ് നമ്മൾ നടത്തണം. ഇതിന് എന്തൊക്കെ കളേഴ്സ് അവൈലബിൾ ഉണ്ട് സാറിന്? ഇപ്പൊ കേരളത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എന്തൊക്കെ കളേഴ്സ് അവൈലബിൾ ഉണ്ട്? ഗ്രേ ഉണ്ട്, റെഡ് ഉണ്ട്, അതിന്റെ ബ്രൗൺ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, നിരവധി കളേഴ്സ് ഉണ്ട്, നിരവധി ഡിസൈൻസ് ഉണ്ട്, മിക്സഡ് കളേഴ്സ് ഉണ്ട്, നിരവധി പാറ്റേൺസ് ഉണ്ട്. എന്താണ് കസ്റ്റമർക്ക് ആവശ്യം, കസ്റ്റമറുടെ ഡ്രീം എന്താണോ അത് റിയലൈസ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. കാരണം ഞങ്ങൾ അങ്ങനെയാണ്. ഞങ്ങൾ ഈ ട്രേഡിംഗ് മാത്രമല്ല, ഞങ്ങൾ പ്രോജക്റ്റിൽ വളരെ കൂടുതൽ ഇൻവോൾവ് ആയിട്ടുള്ള കമ്പനിയാണ്. ലുലു മാൾ ആയാലും, ഗ്രാൻഡ് ഹയാത്ത് ആയാലും, മാരിയറ്റ് ഹോട്ടൽ, ലേക്ക് ഷോർ ഹോസ്പിറ്റൽ തുടങ്ങി മാതൃഭൂമി. ഇപ്പം ലുലുവിൻ്റെ കൺവെൻഷൻ സെൻറ്റർ, തൃശ്ശൂരിലെ കൺവെൻഷൻ സെൻറ്ററിൽ 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഗ്രീൻ മെറ്റീരിയൽ ഇത് യൂസ് ചെയ്തത്. സെയിം അല്ലേ? പിന്നെ നമ്മൾ ഈ സ്റ്റോൺ കോട്ടഡ് ഇത് കുറിച്ച് പറയാൻ നേരത്ത് ഇതിന് ശരിക്കും സാധാരണ ഒരു ലൈഫ് സ്പാൻ എല്ലാവരും ചോദിക്കുമല്ലോ. ഇപ്പൊ 30 വർഷം ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ലൈഫ് സ്പാൻ കിട്ടാൻ ചാൻസ് ഉണ്ടോ? അല്ല, ഇതിന്റെ കളർ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു ടിപ്പിക്കൽ ക്ലൈമറ്റ് ആണ്. നമുക്കൊരു 5 years ആയിരിക്കും കളർ ഗ്യാരണ്ടി ഉണ്ടാവും പറയത്തെ. അത് ഏതൊരു പ്രൊഡക്റ്റ്, ഇപ്പൊ ഗ്ലാസ് തന്നെ യൂസ് ചെയ്താൽ പോലും കണ്ടിന്യൂസ് 6 മാസം മഴ പെയ്താൽ അതിന് പായൽ പിടിക്കും. മാത്രമല്ല കേരളത്തിലെ ഡസ്റ്റ്, അതായത് നമുക്ക് ഈ അറ്റ്മോസ്ഫിയറിൽ തന്നെ ഡസ്റ്റ് കണ്ടന്റ് ഉള്ള ഒരു സ്ഥലമാണ് കേരളം എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ മഴ പെയ്ത് പായൽ പിടിച്ചാൽ തന്നെ അടുത്ത വെയിലിന് അത് താനെ പൊഴിഞ്ഞു പോകും. ഇത് ഞാൻ കൊണ്ടുവന്ന ഷിംഗിൾസും അങ്ങനെയായിരുന്നു. പക്ഷേ അത് കോസ്റ്റ്ലി ആയിരുന്നു. ഈ പലർക്കും 90 രൂപയ്ക്ക് കിട്ടുമ്പോൾ ആളുകൾ പോയി എടുക്കും. എൻ്റെ പ്രൊഡക്റ്റിന് 125 രൂപ വരെ മാർക്കറ്റിൽ വിലയുണ്ടായിരുന്നു. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടുള്ളവർ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ നിൽക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളും വീടുകളും ഉണ്ട്. ഇതിന്റെ കോസ്റ്റ് എന്ന് പറയുമ്പോൾ സാർ, ഇതിന്റെ സ്റ്റാർട്ടിംഗ് കോസ്റ്റ് എത്രയായിരിക്കും വരണ്ടാവുക? ഇതിന്റെ സ്റ്റാർട്ടിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് സപ്ലൈ 140 rupees, 140 രൂപ. കേരളത്തിൽ എവിടെ സ്ക്വയർ ഫീറ്റ് ഒരു ഷീറ്റ് 6 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. പിന്നെ അതിൻ്റെ റിഡ്ജസ് സെപ്പറേറ്റ് വരും. ഇത് കാണാൻ വളരെ ബ്യൂട്ടിഫുൾ പ്രോഡക്റ്റാണ്.
ഈ യൂറോപ്പിലൊക്കെ കാണുന്ന അതേ വീടുകളുടെ ലുക്ക് യൂറോപ്പിൽ ഇതിപ്പോ അമേരിക്ക ഒരുപാട് ഡെക്കറേഷൻ ഒന്നും ഇല്ല, വളരെ സിമ്പിൾ ആയിട്ടാണ് ഈ സാധനം Simple ആണ്. ഇതിന്റെ മാത്രമല്ല മുകളിൽ തന്നെ ഇരിക്കുന്നത്. വളരെ വെയിറ്റ്ലെസ് ആണിത്. ഒരു റൂഫ് ചെയ്തിട്ടുള്ളിടത്ത് ഒരു ഏതെങ്കിലും ഒരു ഷീറ്റ് ഉപയോഗിച്ച് റൂഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. ഒരു ചെറിയ ഇത് ഫ്രെയിം എത്രത്തോളം ഹീറ്റിന് ഇത് പ്രിവെന്റ് ചെയ്യും? ഹീറ്റ് ഇപ്പോഴത്തെ ഈ ചൂടിൽ കുറേയൊക്കെ ഇത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും നമുക്ക് സാധാരണ സാധാരണ സീറ്റിനെ അപേക്ഷിച്ച് വളരെ കൂടുതൽ വ്യത്യാസം ഉണ്ടാവും. കൂടുതൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഇത് കിട്ടുകയാണെങ്കിൽ ഒരു ഗ്ലാസ് വുഡ് പോലെ സാധനങ്ങൾ ഇതിന്റെ ഉള്ളിൽ ചെയ്യേണ്ടി വരും. ഗ്ലാസ് വുഡ് ചെയ്യേണ്ടി വരും. ആണ് ഇവിടുത്തെ ക്ലൈമറ്റ്. ഇപ്പം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത ക്ലൈമറ്റാണിത്. ഇതിൻ്റെ ചൂടെന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചൂടാണ് ഇപ്പം നമുക്കെല്ലാം ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ക്ലൈമറ്റ് കണ്ടീഷൻ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ റൂഫ് ഇതിപ്പം വയനാട് താജിലൊക്കെ ഞങ്ങളിത് ചെയ്തിട്ടുണ്ട്. റൂഫ് ചെയ്തിട്ടുണ്ട്, താജ് റിസോർട്ടിലൊക്കെ ചെയ്തിട്ടുണ്ട് വയനാട്ടിൽ. ഇപ്പോൾ റിസോർട്ട് പ്രോജക്റ്റുകൾ ധാരാളം ഞങ്ങളെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൊടൈക്കനാലിലൊരു പ്രോജക്റ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിരവധി റിസോർട്ട് പ്രോജക്റ്റുകൾ വരുന്നുണ്ട്, വീടുകൾ തന്നെ വലിയ വീടുകൾ വരുന്നുണ്ട്. ആർക്കും യൂസ് ചെയ്യാവുന്ന സാധനമാണിത്. കാരണം ഷിംഗിൾസിന് നേരത്തെ പറഞ്ഞതുപോലെ താഴെ ഒരു പ്ലെയിൻ സർഫസ് ഇല്ലാതെ ഷിംഗിൾസ് ചെയ്യാൻ പറ്റില്ല. ഇതിനതിന് ആവശ്യമില്ല. അതിന് പകരം താഴെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഫാൾ സീലിംഗ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഈ ചൂട് 100% നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം എത്ര ശക്തമായ മഴ പെയ്താലും അല്പം പോലും സൗണ്ട് വരില്ല എന്നുള്ളത് ഒരു വലിയ പ്രത്യേകതയാണ്. സൗണ്ട് പ്രൂഫാണ്. ഷിംഗിൾസ് ആണ് ചെയ്യുന്നതെങ്കിൽ ഒരു 300 രൂപ 325 രൂപ വരെ ഒരു സ്ക്വയർ ഫീറ്റിന് വരാം. മറിച്ച് സ്റ്റോൺ കോട്ടഡ് ആണെങ്കിൽ 140 മുതൽ 180 രൂപ വരെ വരാനാണ് ചാൻസ് ഉണ്ട്. അത് കോസ്റ്റ് ഡിഫറൻസ് വരും. മാത്രമല്ല അത് ഡിപ്പെൻഡ് ഓൺ ദ സൈറ്റ്. ചിലപ്പോൾ നമുക്ക് വളരെ കുറച്ച് തന്നെ ഈ 140 മേളിൽ എത്ര കുറയ്ക്കാൻ പറ്റുമോ അത്രയും കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്ന് സ്റ്റോൺ കോട്ടിംഗ് ഷീറ്റിനെ കുറിച്ച് ഏറ്റവും ഭംഗിയായിട്ട് പറഞ്ഞു തന്ന സിദ്ദിഖ് സാറാണ്. സിദ്ദിഖ് സാറ് 25 വർഷമായിട്ട് ഈ റൂഫിംഗ് ഫീൽഡിലുള്ള ആളാണ്. സാറേ വളരെ സന്തോഷം. താങ്ക് യു. അപ്പൊ ഇന്നത്തെ റൂഫിംഗ് ഷീറ്റുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടല്ലേ ഞാൻ എന്നും പറയുന്ന പോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും സെൻഡ് ചെയ്തിരിക്കുക. ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ ഞാൻ KG ഫ്രാൻസിസ് സൈനിങ് ഓഫ് ഫ്രം ഹോം ടെക്.